ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് വേൾഡ് സനു. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ചക്കക്കുരു മുരിങ്ങയും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മൂത്ത ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ കുരു എടുക്കുമ്പോൾ നല്ല പൊടി ഉണ്ടാവും കുരുവിന്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ ആണല്ലോ. ചക്കക്കുരു കിട്ടാത്തൊരാരും ഉണ്ടാവില്ലല്ലോ. എല്ലാവരും ചക്കക്കുരു കിട്ടുമ്പോൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്കിത് എല്ലാം ഇങ്ങനെ ഒന്ന് ചുണങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഇതിൻ്റെ ബ്രൗൺ നിറത്തിലുള്ളത് നന്നായിട്ട് പോകണമെന്നില്ല കേട്ടോ. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ്. പുറമേ ഉള്ള വെള്ളത്തൊലി കളഞ്ഞെടുത്താൽ മതി കേട്ടോ. ഉള്ളിൽ വരുന്ന ബ്രൗൺ നിറത്തിലുള്ള തൊലി കളയണമെന്നില്ല കേട്ടോ. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ക്യാൻസർ വരുന്നത് തടയുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചക്കക്കുരു വെറുതെ കിട്ടുന്നതല്ലേ, നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ വെച്ച് നോക്കുക എല്ലാവരും. മഴക്കാലമൊക്കെ അല്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത്രയും കുരുവാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ 4 കഷ്ണാക്കിയിട്ട് മുറിച്ചിടുന്നുണ്ട് കേട്ടോ. നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാനുള്ളതാണ്. ഇത് നമ്മൾ ചട്ടിയിലിട്ട് വേവിക്കുകയാണെങ്കിൽ, മൺകാലത്തിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ കുക്കറിലിട്ടിട്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിടുന്നത്. അപ്പോൾ ഇത്രയും കുരു എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായി കഴുകിയെടുത്തതാണ്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് കുരു വേവാനുള്ള വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്. നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായുള്ള കുറച്ച് മുരിങ്ങയില കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ 3 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. കുക്കർ കുരുവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തവി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നല്ലപോലെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മുരിങ്ങയില ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമല്ലോ.
ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.